ഉയർപ്പ് നാലാം ചുവ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 19 അധ്യായം 23 മുതൽ 30 വരെയുള്ള വാക്യങ്ങളുടെ വിശകലനം. ധനികനായ യുവാവ്. മർക്കോസ് 10-ലും ലൂക്ക 18-ലും അല്പവ്യത്യാസങ്ങളുടെ ഇതേ സംഭവം നാം വായിക്കുന്നുണ്ട്. നിത്യജീവൻ അവകാശമാക്കാൻ എന്ത് നന്മ ചെയ്യണം എന്ന ധനികനായ യുവാവിന്റെ ചോദ്യത്തിന് യേശു 2 ഘട്ടങ്ങളായിട്ടാണ് മറുപടി നൽകുന്നത്. കൽപ്പനകൾ അനുസരിക്കുക, സമ്പത്തെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുത്ത് തിരികെ വന്ന് തന്നെ അനുഗമിക്കുക എന്ന 2 ഉപദേശങ്ങൾ. അത് കേട്ട ആ യുവാവ് സങ്കടത്തോടെ തിരിച്ചു പോകുമ്പോൾ 1-ാം ഭാഗം അവസാനിക്കുന്നു. തന്റെ ശിഷ്യർക്ക് നൽകുന്ന ഉപദേശമാണ് 2-ാം ഭാഗം. ലൗകിക സമ്പത്ത് പരിപൂർണതയ്ക്ക് തടസ്സമാണ്. സ്വർഗത്തിലെ സമ്പത്തുമായി താരതമ്യം ചെയ്യുമ്പോൾ ലൗകിക സമ്പത്ത് നിസ്സാരമാണ്. അതിൻ്റെ പുറകെ പോകുന്നവർക്ക് ഒട്ടകം സൂചിക്കുഴലിലൂടെ കടക്കുന്നതിനേക്കാൾ ദുഷ്കരമായിരിക്കും സ്വർഗപ്രവേശനം. നിയമപാലനത്തിലൂടെ രക്ഷ പ്രാപിക്കാം എന്ന യഹൂദ ചിന്താഗതിയും ഇന്ന് തച്ചുടയ്ക്കപ്പെടുന്നു. തിരഞ്ഞെടുക്കപ്പെട്ട ഗണം എന്നതുമല്ല രക്ഷയുടെ യോഗ്യത. ഈ കല്ലുകളിൽ നിന്ന് പോലും സന്താനങ്ങളെ ജനിപ്പിക്കാൻ ദൈവത്തിന് കഴിയും എന്നാണല്ലോ എഴുതപ്പെട്ടിരിക്കുന്നത്. യേശു ശിഷ്യത്വമാണ് പുതിയ നിയമത്തിൽ രക്ഷയുടെ അടിസ്ഥാനം. സമ്പത്ത് കൊണ്ടോ മനുഷ്യന്റെ മറ്റേതെങ്കിലും കഴിവുകൊണ്ടോ നേടിയെടുക്കാവുന്നതല്ല ശിഷ്യത്വം. മേന്മ തൊടാതെ രക്ഷ പ്രാപിക്കുമെന്ന ചിന്ത ഇനി വില പോകില്ല. അവിടെ മുൻപന്മാർ പിൻപന്മാരും പിൻപന്മാർ മുൻ